Hello learners, welcome to Sure Question Academy. Please watch the videos, like and subscribe to the channel. പ്രകാശത്തിന്റെ അപവർത്തനവുമായി ബന്ധപ്പെട്ട വളരെ രസകരമായ ഒരു ചോദ്യം നമുക്ക് നോക്കാം. ചോദ്യത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ആദ്യം നമുക്ക് ഭാഗം എ എന്താണെന്ന് നോക്കാം. പ്രകാശത്തിന്റെ രണ്ട് അപവർത്തന നിയമങ്ങൾ എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശരി, ആദ്യം നമുക്ക് ഭാഗം എക്ക് ഉത്തരം നൽകാം. എന്തൊക്കെയാണ് അപവർത്തന നിയമങ്ങൾ എന്ന് ഓർമ്മയുണ്ടോ? ഒന്നാം നിയമം പറയുന്നത് പതനരശ്മി, അപവർത്തനരശ്മി, കൂടാതെ പതനബിന്ദുവിലെ ലംബം ഇവയെല്ലാം ഒരേ തലത്തിൽ തന്നെ ആയിരിക്കും എന്നാണ്. ഇനി രണ്ടാം നിയമം, ഇത് സ്നെൽസ് നിയമം എന്നും അറിയപ്പെടുന്നു. ഇതനുസരിച്ച് ഏതെങ്കിലും രണ്ട് മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം പതനകോണിന്റെ സൈനും അപവർത്തനകോണിന്റെ സൈനും തമ്മിലുള്ള അനുപാതം എപ്പോഴും ഒരു സ്ഥിരസംഖ്യ ആയിരിക്കും. അതായത് സൈൻ ഐ ഹരിക്കണം സൈൻ ആർ സമം ഒരു സ്ഥിരസംഖ്യ. ചോദ്യത്തിൽ ഒരു അല്ലെങ്കിൽ എന്ന ഓപ്ഷൻ കൂടിയുണ്ടല്ലോ. നമുക്ക് അതും പരിശോധിക്കാം. ഭാഗം ബിയിൽ കേവല അപവർത്തനാങ്കം നിർവചിക്കാനും ഒപ്പം ഒരു കണക്ക് പരിഹരിക്കാനുമാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഭാഗം ബിക്ക് ഉത്തരം കണ്ടെത്താം. ആദ്യം, എന്താണ് കേവല അപവർത്തനാങ്കം? ശൂന്യതയിലെ പ്രകാശവേഗതയും ഒരു മാധ്യമത്തിലെ പ്രകാശവേഗതയും തമ്മിലുള്ള അനുപാതമാണ് കേവല അപവർത്തനാങ്കം. സമവാക്യമായി ഇതിനെ n സമം c ഹരിക്കണം v എന്ന് എഴുതാം. മിടുക്കർ. ഇനി നമുക്ക് കണക്ക് ചെയ്തു നോക്കാം. എപ്പോഴും ചെയ്യുന്നതുപോലെ നൽകിയിരിക്കുന്നവ ആദ്യം എടുത്ത് എഴുതാം. ഗ്ലാസിന്റെ അപവർത്തനാങ്കം n 1.5 ആണ്. ശൂന്യതയിലെ പ്രകാശവേഗത c സമം 3 ഗുണിക്കണം 10⁻8 മീറ്റർ/സെക്കൻഡ് ആണ്. നമുക്ക് എന്താണ് കണ്ടെത്തേണ്ടത്? അതെ, ഗ്ലാസിലെ പ്രകാശവേഗത v ആണ് കണ്ടെത്തേണ്ടത്. നിർവചനം അനുസരിച്ച് നമ്മുടെ സമവാക്യം n സമം c ഹരിക്കണം v ആണല്ലോ. v കാണാനായി ഈ സമവാക്യം നമുക്കൊന്ന് മാറ്റിയെഴുതാം. v സമം c ഹരിക്കണം n എന്ന് ലഭിക്കും. ഇനി ഈ വിലകൾ സമവാക്യത്തിലേക്ക് നൽകിയാൽ v സമം 3 ഗുണിക്കണം 10⁻8 ഹരിക്കണം 1.5. 3നെ 1.5 കൊണ്ട് ഹരിച്ചാൽ കൃത്യം 2 ലഭിക്കും. അപ്പോൾ ഉത്തരം 2 ഗുണിക്കണം 10⁻8 മീറ്റർ/സെക്കൻഡ് ആണ്. അതായത് ഗ്ലാസിലെ പ്രകാശവേഗത 2 ഗുണിക്കണം 10⁻8 മീറ്റർ/സെക്കൻഡ് ആണ്. നന്ദി. ഹാപ്പി ലേണിംഗ്.